അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ അനിയൻ്റെ കൂടെ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഏകദേശം ഇത്ര വരെ ഉണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ വേറെ വീട്ടിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുക. അനിയൻ പറഞ്ഞ് നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ടൗണിലുണ്ട്, നമുക്ക് ഇന്ന് എല്ലാവർക്കും രാത്രി അവിടെ പോയിട്ട് ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെല്ലാം ഓക്കെ തന്നെയാണ്. രാത്രി കറങ്ങാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കറങ്ങാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് മാഷാ അല്ലാ. അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. പിന്നെ നോക്കുമ്പോൾ അവിടെ വമ്പൻ തിരക്ക്. ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ആ റെസ്റ്റോറൻറ്റിൽ കാണുന്നത് കേട്ടോ. വല്ലപ്പായ കൂടുമ്പോൾ അവിടെയൊക്കെയുള്ളൊന്നും പോകണ്ടേ, ഇങ്ങനെ പോക്കില്ല. അങ്ങനെ ബീച്ച് റോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ബീച്ചിലൊക്കെ പോകാറുണ്ട്, പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ നല്ല തിരക്കായുണ്ട്. പിന്നെ എന്താ പറയുക, കാലിൽ കുത്താൻ തലയില്ല, അത്ര തന്നെ പറയാം. നല്ലോണം വെയിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാറുന്ന സമയത്തായതുകൊണ്ട് നമ്മൾ പറഞ്ഞ് എന്നാൽ പിന്നെ നമ്മളിവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് വേറൊരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, ടാഗോസ് എന്ന് പറഞ്ഞിട്ട് SM പാർക്കിൻ്റെ അടുത്താണ്. ഇതും ബീച്ച് റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ വരുന്നത്. അപ്പം നമ്മൾ അവിടെയാണ് കയറിയിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡുണ്ട്. അപ്പം പല ചിക്കനെ കൊണ്ട് കറക്കിയതും മറ്റേ സംഭവവും പിന്നെ പെപ്പറിൽ പൊരിച്ചതും മുളകിൽ പൊരിച്ചതും പിന്നെ റൊട്ടി അത് ഇത് മറ്റേത് പറിച്ചതൊക്കെയാണ്. അങ്ങനെ അതെല്ലാം നമ്മൾ വാങ്ങി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇന്നത്തെ ഫുൾ ചിലവ് അനിയൻ്റെ വക തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ ഫുഡ് അടി അത് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. വേസ്റ്റ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ മാഷാ അല്ലാ. ചിക്കനായിട്ട് എല്ലാവരും നല്ലതുപോലെ തന്നെ കഴിക്കും. ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനായിട്ട് ബന്ധപ്പെട്ടൊരു ഓർഡർ ചെയ്യാൻ നിൽക്കാറുള്ളൂ, എന്നാൽ മാത്രമേ മക്കൾസ് എല്ലാം കഴിക്കും. പിന്നെ കുറേ ആൾ അത് കഴിക്കാത്ത ആൾ ഇത് കഴിക്കാത്ത ആളൊക്കെ ഉണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിനെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണിത്, ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോളോട് ഒരു അഭിപ്രായം, ഉമ്മ കുബൂസ് അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പറഞ്ഞേ കുബൂസിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ഒരേപോലെ തന്നെയല്ലേ ഉണ്ടാവും എന്ന് പറഞ്ഞു. കാരണം എല്ലാം നല്ല ഉണ്ടെന്ന്, പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. നല്ല ഉണ്ടെന്ന് അവളെ അഭിപ്രായം അത്. അങ്ങനെ നമ്മളിവിടുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഇതൊക്കെ ഒരു രസം അങ്ങനെ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ല, അനിയനാണ് വന്നത്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നിട്ട് ഓറും വീട്ടിലിരിക്കുന്നതിന്. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ, വേറെ അവിടെ എവിടെയൊന്നും കറങ്ങാനോ ഇതിനൊന്നും വന്നതൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം സമയം പിടിച്ച് ഒരു 10 മണിയെല്ലാമായി. പിന്നെ ഇനി ഇതാ കുറച്ച് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പീസും കൂടി നിങ്ങളൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചൂടിനും അതേപോലെ ദാഹം ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സലാഡ് ഞാൻ കാണിക്കുന്നുണ്ട്, എന്തായാലും കാണുക കേട്ടോ. അങ്ങനെ ഇതാ പാൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എന്തായാലും 2 or 3 തരം ഫ്രൂട്ട് ചില ദിവസങ്ങളിൽ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാൽ പോരെ. ഞാൻ അങ്ങനെയാണ് 2 ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് കുടിക്കാൻ നല്ലൊരു ഫീൽ തന്നെയല്ലേ. അങ്ങനെ ഇതാ 1/2 ഗ്ലാസ് പാല് കസ്റ്റേർഡ് പൗഡറും പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സാക്കിയ ശേഷം ആ ഒരു ചൂടായി വന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുക വേണ്ടത്. ഇനി ഇതിലേക്ക് ഏലക്കായൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ചൂട് സമയത്താണ് ഇങ്ങനത്തെ തണുത്തതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൂതി ഉണ്ടാവുമല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ല. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാത്തരം ഫ്രൂട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തരം ഫ്രൂട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് കഴിക്കാത്ത മക്കൾക്കൊക്കെ നിങ്ങൾ ഇതേപോലെ റെഡിയാക്കി കൊടുക്കുക, അവർ നല്ലതുപോലെ അതങ്ങ് കഴിച്ചിട്ട് പോകും. പിന്നെ ഇതിലേക്ക് ഞാൻ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇവിടെ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ മധുരം ചേർക്കായിട്ടാണ്, ഇവിടെ ഒരാൾക്ക് മധുരം പറ്റൂല. അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ മധുരം ചേർക്കും.
അപ്പം ഹസ്ബൻഡ് ഉള്ള സമയം ഞാൻ ഇങ്ങനെയൊക്കെയാണ് റെഡിയാക്കാറ്. ഊറും മാത്രം അങ്ങനെ കഴിക്കാറില്ല. പിന്നെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഫ്രൂട്ട് സലാഡിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ.